ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ കൊച്ചി വീഡിയോ പാർട്ട് 3ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ കൊച്ചിയിലെത്തിയ തൊട്ട് നെക്സ്റ്റ് ഡേ എന്തൊക്കെ നടന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചത് എന്നുള്ളൊരു വീഡിയോ ആണ്. ഹലോ ഗൈസ്, എനിക്ക് ഓർക്കേ വരുന്നില്ല. കാരണം രാവിലെ തന്നെ എന്താ പറയേണ്ടത് എണീക്കേണ്ടി വന്നു. ഇന്നലെ രാത്രി മുതലേ എനിക്ക് ഉറക്കമുണ്ടായിട്ടില്ല. ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട്. പക്ഷേ ഫുള്ള് ടെൻഷനാണ്. ട്രാവൽ ചെയ്യേണ്ടത് കാര്യമെല്ലാം. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് കണ്ണൂർ എത്തിയിട്ട് ഇവിടുന്ന് മംഗലാപുരത്തേക്കും ട്രെയിൻ കയറേണ്ടതല്ലേ. അപ്പോൾ ആ ട്രെയിന് കിട്ടുമോ അറിയില്ല. അതിന് കൂടുതൽ ടെൻഷനാണ് ഇപ്പോൾ. ഇതാണെങ്കിൽ ഇപ്പം തന്നെ അതാ സമയം 6:15. പക്ഷെ ഞാൻ ഉറങ്ങാണ്ട് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിടുന്നു. ഞാൻ ശരിക്കും 5 മണിക്ക് എണീറ്റു. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറക്കം വരുന്നില്ല, അങ്ങനത്തെ അവസരമുള്ള ഇപ്പോൾ. അതുകൊണ്ട് ഞാനിപ്പോൾ എന്താ പറയുക, എണീറ്റിട്ട് ഇനി കുളിക്കാനും മറ്റുള്ള കാര്യങ്ങളും ചെയ്യാൻ പോയിന്ന്. എന്നാലേ വേഗം ഇറങ്ങാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് വേണം ഇനി വാക്സിനേഷൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ 9:15 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് മുമ്പേ പോയിട്ട് നമുക്ക് ക്യൂ നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. ഒന്ന് ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ 8 മണിക്കാണ് ഇവിടെ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ 8 മണിക്കത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് വേഗം തന്നെ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറോളം എടുക്കും. കാരണം രാവിലെ ട്രാഫിക് ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ വേഗം തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടിൽ എത്താൻ പറ്റുള്ളൂ. അവിടുന്ന് വാക്സിനേഷൻ ചെയ്തിട്ട് വേണം. 11:30 ഉള്ള ഫ്ലൈറ്റാണ്. അപ്പോൾ ഏകദേശം ബോർഡിംഗ് പാസ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് 11 മണിയാകുമ്പോഴത്തേക്കും എൻട്രി ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ നല്ല ടൈറ്റ് ഷെഡ്യൂളാണ്. എന്നാ നടക്കാൻ പോകുന്ന അറിയില്ല. എന്തായാലും നോക്കാം. എന്തായാലും വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പോഴേ നമ്മളിതാ റെഡി ആയിട്ടുണ്ട്. 8 മണി ആകുമ്പോഴേക്കന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കൊടുക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടാളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഒന്നുമില്ല, നമ്മളിവിടുന്ന് ഒരു ചായയും കുടിച്ച് നേരെ താഴെ ഹോട്ടലിൽ പോയിട്ട് ഫുഡും കഴിച്ചിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോകുന്നു. അവിടുന്ന് വാക്സിൻ എടുക്കുന്നു, വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ പോയിട്ട് പിന്നെ ലഗേജ് കുട്ടൂൻ്റെ പാക്ക് ചെയ്തിട്ട് നേരെ വീണ്ടും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു. മംഗലാപുരം എയർപോർട്ടിലേക്ക് പോകുന്നു. ഫുള്ള് ടൈറ്റ് ഷെഡ്യൂളാണ്. കറക്റ്റ് ആ ഓൺ ടൈം എത്തുമോയെന്നറിയില്ല. ഇന്നലെ മൂപ്പറ് ഉറക്കേ ഉണ്ടായിട്ടില്ല. ഞാൻ വെച്ച് എനക്ക് ഉറക്കം കിട്ടാനിട്ടായിരിക്കും. ഇതെല്ലാം ആലോചിച്ച് ഫുൾ എനിക്ക് ടെൻഷനായി കഴിഞ്ഞാൽ പിന്നെ ഉറക്കമൊന്നും കിട്ടൂല. അപ്പം ഞാൻ വെച്ച് എനിക്ക് ഉറക്കം കിട്ടാത്തതാണെന്ന് എഴുതിയാൽ നോക്കുമ്പോഴേക്ക് ഒട്ടും ഉറക്കില്ലാണ്ട് കളിക്കുമായിരുന്നു. നമുക്ക് ഫുള്ള് ടെൻഷനായി പോയി ഈ ഒരു ടൈമിനുള്ളിൽ. കാരണം ഭയങ്കര ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നാ പറയുക, കുറച്ച് ഒന്നും ചെയ്യാൻ പറ്റൂല അല്ലേ. അങ്ങനെ നമ്മളിതാ ലഗേജൊക്കെ റിട്ടേൺ പാക്ക് ചെയ്ത് ഇറങ്ങുവാണ്. അപ്പോൾ ഈ ഒരു ബാഗാണ് ഞാൻ മോളെ കൂട്ടിയിട്ട് പോകുന്ന സമയത്ത് മോളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എടുക്കുന്നത്, ഡയപ്പർ ബാഗ്. ഞാൻ ഈ ഒരു ബാഗിനെ കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബാഗാണ്. മോളുടെ കാര്യങ്ങൾ, മെഡിസിൻ ആയിക്കോട്ടെ, ഡ്രസ്സസ് ആയിക്കോട്ടെ, ഡയപ്പേഴ്സ് ആയിക്കോട്ടെ, ഒക്കെ നമുക്ക് എടുത്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു ബാഗ് തന്നെയാണ് ഇത്. അങ്ങനെ മോളുടെ ഡ്രസ്സസും കാര്യങ്ങളൊക്കെ വെച്ചു. നമ്മളിതാ നേരെ താഴെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുമായിരുന്നു. അപ്പം നമ്മൾ നിന്ന് റൂമിനോടൊരു ബൈ ബൈ ഒക്കെ പറഞ്ഞു. അപ്പോൾ ഭയങ്കര ആഗ്രഹിച്ച് നിൽക്കണം എന്നൊക്കെ കരുതി വന്ന ഒരു പ്ലേസിൽ ഇങ്ങനെയാകുമെന്ന് കരുതിയിട്ടില്ല. ഇനി താമസിക്കാൻ പറ്റാത്ത സാറിലപ്പാ, നമുക്ക് കറക്റ്റ് ടൈമിന് ഫ്ലൈറ്റും അതുപോലെ ട്രെയിനും ഇതെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും സമാധാനമായി. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൂട്ടൊന്ന് മുംബൈയിലേക്ക് പോകുന്ന ഫ്ലൈറ്റിൽ നിന്ന് കയറി ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് സമാധാനമാകൂ. അങ്ങനെ നമ്മളിതാ റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വരുമ്പോഴേക്ക് അവിടെ ഫുഡ് റെഡി ആയിട്ടില്ല. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി എഗ്ഗ് കാര്യങ്ങളെല്ലാം മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മോക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കാമെന്ന് കരുതി. ഹോട്ടലിൽ റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. പക്ഷെ ഇവിടെ ഇനി സ്റ്റാർട്ട് ചെയ്തില്ല. 8:30 എന്നാണ് പറഞ്ഞത്. പക്ഷെ 8:30 ആയിട്ടും സ്റ്റാർട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഇനിയിപ്പം ഡിലേ ആവുമോയെന്ന് അറിയില്ല. നമ്മൾ മാക്സിമം ഫാസ്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ. എപ്പോഴും ഇനി ഫുഡെല്ലാം കഴിച്ചിട്ട് നമുക്ക് വീണ്ടും യാത്ര തുടരണം. ഒരു യാത്ര എന്നാ പറയാ, ഒരു ശരിയില്ലാത്തൊരു യാത്രയായി പോയി. ഇന്നലെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടിട്ടില്ല, ഒരു 8 മണി തൊട്ടിട്ട് ഒരു ശരി പിടിക്കാത്തൊരു യാത്രയായി പോയി. അത്
കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്ന് ഷടപടേന്ന് പറഞ്ഞൊരു ഫുഡ് കഴിക്കലായിരുന്നു. ബുഫേ ടൈപ്പ് ഫുഡിങ്ങാണ് ഉണ്ടായിരുന്നത്. കോൺഫ്ലാക്സ്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായത് കോൺഫ്ലാക്സ്, ചോക്കോസ്, പിന്നെ ചപ്പാത്തി, വെള്ളയപ്പം, അതിനൊരു വെജിറ്റബിൾ കറി ഉണ്ടായിട്ടുണ്ടായിരുന്നേ. പിന്നെ വാട്ടർമെലൻ്റെ ഫ്രൂട്ട്സും അതുപോലെ അത് കട്ട് ചെയ്ത പീസസും അതുപോലെ ജ്യൂസസും ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ചപ്പാത്തിക്കും വെള്ളയപ്പത്തിനും കൂട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഒരു വെജിറ്റബിൾ കറി, ബീട്രൂട്ടല്ല ക്യാരറ്റും പൊട്ടാറ്റോ ഇട്ടിട്ടുള്ളൊരു വെജിറ്റബിൾ കറി ഉണ്ടായിരുന്നു. പിന്നെ ബോയിൽഡ് എഗ്ഗ്, ബ്രെഡിന് കോമ്പിനേഷനായിട്ട് വരുന്നത് ജാമും അതുപോലെ ബട്ടറും. പിന്നെ കോഫി വേണ്ടവർക്ക് കോഫി, ടീ വേണ്ടവർക്ക് ടീ. നമ്മൾ ഓൾറെഡി കോഫി അവിടെ നിന്ന് കുടിച്ചത് കൊണ്ട് പിന്നെ അതിന് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാൻ നിന്നിട്ടില്ല. നമ്മൾ എല്ലാം കൂടി വാരിക്കൂട്ടി തിന്നിട്ട് പെട്ടെന്ന് അങ്ങ് ഇറങ്ങി. എനിക്കൊന്ന് നമ്മൾ പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കുമ്പം ഇങ്ങനൊരു ഫുഡ് കഴിക്കൽ ഇത് ആദ്യമായിട്ടാണ്, ഹറിബറി ആയിട്ടുള്ള. അങ്ങനെ ആ സമയത്ത് തന്നെ ഏട്ടൻ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് എയർപോർട്ടിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളത്. ഈ ഒരു പ്ലേസ് ഇന്നലെ നൈറ്റ് ഞാനിങ്ങനെ കണ്ടതേ ഉള്ളൂ. അപ്പം മോർണിംഗിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, പുറത്തെ ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പം ഇനിയിപ്പം നേരെ എയർപോർട്ടിലോട്ടേക്ക് കറക്റ്റ് ടൈമിന് എത്താൻ നോക്കണം. അപ്പം റൂമിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ നിൽക്കുമ്പോഴേക്ക് ഊബർ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഊബറിന് പെട്ടെന്ന് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിന്. ഇനി അത് കാത്ത് നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്, വെയിറ്റ് ചെയ്ത് നമ്മളെ ടൈം കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഊബറിൽ കയറി നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ മനസ്സ് ഫുള്ള് ടെൻഷനാണ്. ഈ പറഞ്ഞതുപോലെ മുംബൈ എയർപോർട്ടിലൊന്ന് എത്തി ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ മാത്രമേ ആ ടെൻഷൻ കുറയൂ. അപ്പോൾ നമ്മൾ നേരെ അവിടത്തേക്ക് പോയി. അപ്പം നമ്മൾ ഊബറിലെ ഡ്രൈവർ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സിമം സ്പീഡിൽ നമ്മൾ അവിടെ എത്തിക്കാൻ പറ്റണം. ട്രാഫിക്കൊന്നും ഇല്ലാതെ നടക്കുന്ന കാര്യമില്ല, കാരണം ഈ ഒരു മോർണിംഗ് ടൈമിലും. എന്നാലും പരമാവധി ഏട്ടനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ നേരെ അവിടുത്തെ DHLൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഹെൽത്ത് ഓർഗനൈസേഷൻ യെല്ലോ ഫീവർ വാക്സിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അവിടെ പോയി നേരെ അതിൻ്റെ ഫോംസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം സെക്കൻഡ് ഫ്ലോറിലാണ് വാക്സിൻ എടുക്കുന്നത്. അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണമെന്നാണ് ഉള്ളത്. പക്ഷേ നമുക്കിങ്ങനെ ഫ്ലൈറ്റ് ഉണ്ട്, ജോയിനിങ് ആണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ ഏട്ടനെ വാക്സിൻ എടുക്കാൻ വേണ്ടി അകത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളൊരു 15-20 മിനിറ്റ്സൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് ഇറങ്ങി. അവിടെ നിന്ന് കുറച്ച് പോകാനുണ്ടായിരുന്നു. നമ്മുടെ എയർപോർട്ടിലേക്ക് ഒരു 15 മിനിറ്റ്സ് നടക്കാനുണ്ട്. നമ്മൾ ഓടി ചാടിയിട്ടാണ് അങ്ങോട്ട് എയർപോർട്ടിലേക്ക് എത്തിയത്. ഈ എയർപോർട്ടിൽ എത്തിയ സമയത്ത് വളരെ വിചിത്രം എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ ആകെ തളർത്തിക്കളയുന്ന ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ വീഡിയോയിൽ പറയാം. അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വീഡിയോ ലെങ്ത് ആവും കൂടുതൽ. കാരണം നമ്മൾ വിചാരിച്ച പ്ലാനിലേ അല്ല നമ്മുടെ യാത്ര നടന്നത്, നമ്മൾ വിചാരിച്ചതുപോലെയല്ല നടന്നത്. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഫേസ് ചെയ്യേണ്ട വന്നത്. ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോയിട്ടുണ്ടായത്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ അടുത്ത പാർട്ടിൽ പറയാം. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നെക്സ്റ്റ് പാർട്ട് മിസ് ചെയ്യാതെ കാണണേ വീഡിയോ. അപ്പോൾ നമ്മുടെ ഫേസ് ചെയ്തിട്ടുള്ള അത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ ആ ഒരു പാർട്ടിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ. അപ്പം അടുത്ത നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് വീഡിയോസിൽ കാണാം.